2021 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെയും മറ്റു PSC പരീക്ഷകൾക്കുമായുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി TV സോമനാഥൻ, സിഡ്ബി ചെയർമാൻ ശിവസുബ്രഹ്മണ്യൻ രാമൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രഫുല്ല ചന്ദ്ര പന്ത്, തുടർച്ചയായി 3-ാം തവണയും ബംഗാൾ മുഖ്യമന്ത്രിയായത് മമതാ ബാനർജി, തമിഴ്നാട്ടിൻ്റെ പുതിയ മുഖ്യമന്ത്രി KM സ്റ്റാലിൻ, പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി N രംഗസ്വാമി, കേരള മീഡിയ അക്കാദമിയുടെ ദേശീയ മാധ്യമ പ്രതിഭാ പുരസ്കാരം 2020 ലഭിച്ചത് ബർഖ ദത്ത്, 2021 മിസ് യൂണിവേഴ്സ് ആൻഡ്രിയ മെസ്സ മെക്സിക്കോ, 2021 വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജ ഡോക്ടർ ശകുന്തള ഹരക് സിംഗ് തിൻസ്റ്റെഡ്, 2021 യുനെസ്കോ വേൾഡ് പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയ വ്യക്തി മരിയ റസ, രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ബിലീവ് ഇൻ സ്പോർട്സ് ക്യാമ്പയിൻ അംബാസിഡറായ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരമാണ് PV സിന്ധു, 2021 ലോക സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ താരം മാർക്ക് സെൽബി, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 50 അർദ്ധ സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം ഡേവിഡ് വാർണർ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 10ാമത്തെ കൊടുമുടിയായ അന്നപൂർണയെ കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരിയാണ് പ്രിയങ്ക മൊഹിതെ, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ, നാസ്കോമിൻ്റെ ചെയർപേഴ്സണായ ആദ്യ വനിത രേഖ M മേനോൻ, അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായ ഇന്ത്യൻ വംശജ വനിത ഗുപ്ത, റിസർവ് ബാങ്ക് സെൻട്രൽ ബോർഡ് ഡയറക്ടർ അജയ് സേത്, ദി ലിവിംഗ് മൗണ്ടൻ എ ഫാബിൾ ഫോർ അവർ ടൈംസ് എന്ന പുസ്തകം രചിച്ചത് അമിതാവ് ഘോഷ്, ദി ലിവിംഗ് മൗണ്ടൻ എ ഫാബിൾ ഫോർ അവർ ടൈംസ് എന്ന കൃതി രചിച്ചത് അമിതാവ് ഘോഷ്, ലോറസ് പുരസ്കാരം 2021 സ്പോർട്സ്മാൻ റാഫേൽ നദാൽ, സ്പോർട്സ് വുമൺ നവോമി ഒസാക്ക, ആജീവാന്ത പുരസ്കാരം ബില്ലി ജീൻ കിങ്, അത്ലറ്റ് അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ ലൂയിസ് ഹാമിൽട്ടൺ, കംബാക്ക് ഓഫ് ദി ഇയർ 2021 മസ്ക് പാരറ്റ് സ്നോബോർഡിംഗ്, ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ 2021 പാട്രിക് മഹോംസ് ഫുട്ബോൾ, സ്പോർട്ടിംഗ് ഇൻസ്പിരേഷൻ ഓഫ് ദി ഇയർ 2021 മുഹമ്മദ് സല ഫുട്ബോൾ, വേൾഡ് ടീം ഓഫ് ദി ഇയർ 2021 ബയൺ മ്യൂണിക് ജർമ്മനി, 2021 ലോക ദേശാടന പക്ഷി പ്രമേയം സിംഗ് ഫ്ലൈ സോർ ലൈക്ക് എ ബേർഡ്, 2021 രാജ്യാന്തര നഴ്സസ് ദിന പ്രമേയം നഴ്സസ് എ വോയിസ് ടു ലീഡ് എ വിഷൻ ഫോർ ഫ്യൂച്ചർ, ലോക റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ് ദിന പ്രമേയം ടുഗദർ വി ആർ #അൺസ്റ്റോപ്പബിൾ, ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ മേഫ്ലവർ 400, ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ വേൾഡ് ഹാൻഡ്സ് ഹൈജീൻ ദിനം ആചരിച്ച ദിവസം മെയ് 5, വേൾഡ് ഹാൻഡ്സ് ഹൈജീൻ ദിനം ആചരിച്ചത് മെയ് 5. 2021
ലോകാരോഗ്യ സംഘടന ട്രക്കോമ രോഗമുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം ഗാംബിയ. 2021 ലോകാരോഗ്യ സംഘടന ട്രക്കോമ രോഗമുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം ഗാംബിയ. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുന്നത് ലക്ഷ്യമിട്ട് റീസ്റ്റോർ ഫണ്ട് എന്ന സംരംഭം ആരംഭിച്ച സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് ആപ്പിൾ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ ഓക്സിജൻ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ദൗത്യം ഓപ്പറേഷൻ സമുദ്ര സേതു. ഗുരുതരമല്ലാത്ത കോവിഡ് ചികിത്സയ്ക്കായി സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് വികസിപ്പിച്ച മരുന്നാണ് ആയുഷ് 64. റീറ്റെയിൽ വ്യാപാരികൾക്കായി ICICI ബാങ്ക് തുടങ്ങിയ പുതിയ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനമാണ് മർച്ചന്റ് സ്റ്റോക്ക്. തേജസ് യുദ്ധവിമാനത്തിൽ നിന്ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച എയർ ടു എയർ മിസൈലാണ് പൈതൽ 5. ഇന്ത്യൻ ആർമിയുടെ ആദ്യ ഗ്രീൻ സോളാർ എനർജി പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം സിക്കിം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് വോട്ടർ ഹെൽപ്പ് ലൈൻ. ആദ്യമായി ഭൂമിക്ക് പുറത്ത് ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചത് ഏത് ഗ്രഹത്തിൽ? ചൊവ്വ. ചൊവ്വയിൽ വിജയകരമായി ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ച നാസയുടെ ദൗത്യം പെർസിവറൻസ്. ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ച പരീക്ഷണം മോക്സി. മാർസ് ഓക്സിജൻ ഇൻ സിത്തു റിസോഴ്സ് യൂട്ടിലൈസേഷൻ എക്സ്പെരിമെന്റ്. ആദ്യ പരീക്ഷണത്തിൽ ഉൽപ്പാദിപ്പിച്ച ഓക്സിജന്റെ അളവ് 5.4 ഗ്രാം. പുനരുപയോഗിച്ച റോക്കറ്റിൽ നാസയ്ക്കായി നടത്തിയ ആദ്യ സ്പേസ് എക്സ് ദൗത്യമാണ് ക്രൂ 2. 2021 ഏപ്രിലിൽ 40 രാഷ്ട്രത്തലവന്മാരെ ഉൾപ്പെടുത്തി കാലാവസ്ഥാ ഉച്ചകോടിക്ക് നേതൃത്വം നൽകിയ രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ പ്രതിനിധി സഭ 51ാം സംസ്ഥാനമായി വോട്ട് ചെയ്ത് പാസാക്കിയ നഗരം വാഷിംഗ്ടൺ DC. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടക്കുന്ന സംയുക്ത നാവിക അഭ്യാസമാണ് വരുണ. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ച അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഫൈസർ. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ചത് എവിടെ? ഹൈദരാബാദ് നെഹ്റു സുവോളജിക്കൽ പാർക്കിൽ. ന്യൂയോർക്ക് സിറ്റി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് അനുപം ഖേർ. സിനിമ ഹാപ്പി ബർത്ത്ഡേ. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ PA തോമസ്. ചൊവ്വയിൽ വിജയകരമായി റോവർ ഇറക്കുന്ന രണ്ടാമത്തെ രാജ്യം ചൈന. ചൈന വികസിപ്പിച്ച് സ്വയം വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ ദൗത്യമായ ടിയാൻവെൻ 1 ജുറോങ് റോവറാണ് ഇറങ്ങിയത്. ചൈന വികസിപ്പിച്ച് സ്വയം വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ ദൗത്യമായ ടിയാൻവെൻ 1 ജുറോങ് റോവറാണ് ഇറങ്ങിയത്. പ്രഥമ ദൗത്യത്തിൽ തന്നെ ചൊവ്വയിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യവും ചൈനയാണ്. 2021 മെയ് 9 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ച ചൈനയുടെ റോക്കറ്റാണ് ലോങ് മാർച്ച് B. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ മലയാളി ജോസ് ജെ കോട്ടൂർ. 2021 മെയ്യിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ടൗട്ടെ. ടൗട്ടെ എന്ന വാക്കിനർത്ഥം പല്ലി. പേര് നൽകിയ രാജ്യം മ്യാൻമാർ. 2021 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് യാസ്. യാസ് എന്ന വാക്കിനർത്ഥം മുല്ലപ്പൂവ്. പേര് നൽകിയ രാജ്യം ഒമാൻ. അടുത്തിടെ അന്തരിച്ച രാജീവ് ഗാന്ധി വധക്കേസിൽ CBIയുടെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയാണ് കെ രാഘോത്തമൻ നിർമ്മിച്ച ഡോക്യുമെന്ററിയാണ് ഹ്യൂമൻ ബോംബ്.
കോൺസ്പിരസി ടു കിൽ രാജീവ് ഗാന്ധി. അടുത്തിടെ സർക്കാർ ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. അടുത്തിടെ അന്തരിച്ച ബാലസാഹിത്യകാരിയാണ് സുമംഗല. യഥാർത്ഥ പേര് ലീല നമ്പൂതിരിപ്പാട്. അടുത്തിടെ അന്തരിച്ച ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് വി കല്യാണം. അടുത്തിടെ അന്തരിച്ച ജ്ഞാനപീഠ ജേതാവ് ശംഹ ഘോഷ്. ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് 2006. കൃതികൾ ദിൻഗുലി രാത്ഗുലി, ബാബറേൽ പ്രാർത്ഥന, മുഹ് ദേഹെ ജായ്, ബിഗാപാനെ, ഗാന്ധർബ് കവിതാഗുച്ഛ്. അടുത്തിടെ അന്തരിച്ച മാർത്തോമ വലിയ മെത്രോപോലിത്ത ഫിലിപ്പോസ് മാർക്കോസ. മാരാമൺ കൺവെൻഷനിലും ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം പ്രഭാഷണം നടത്തിയ ഏക ആധ്യാത്മിക പ്രഭാഷകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് 2018 പത്മഭൂഷൺ ലഭിച്ചു. അടുത്തിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ആർ ബാലകൃഷ്ണപിള്ള. 1960 25-ാം വയസ്സിൽ പത്തനാപുരത്തു നിന്നും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 1985 പഞ്ചാബ് മോഡൽ പ്രസംഗത്തെ തുടർന്ന് രാജിവെച്ച മന്ത്രി. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ മന്ത്രി. 2011 ഇടമലയാർ കേസിൽ സുപ്രീം കോടതി ബാലകൃഷ്ണപിള്ളയ്ക്ക് ജയിൽ ശിക്ഷ വിധിച്ചു. 2021 മെയ് 3 അന്തരിച്ചു. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്ത് ഡെന്നീസ് ജോസഫ്. തിരക്കഥ എഴുതിയ ചിത്രങ്ങൾ നിറക്കൂട്ട്, രാജാവിൻ്റെ മകൻ, ആകാശദൂത്, കോട്ടയം കുഞ്ഞച്ചൻ. കൃതികൾ ബെഞ്ചാര, നിറക്കൂട്ടുകളില്ലാതെ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്തും സാഹിത്യകാരനുമാണ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ. ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കരുണം, മകൾക്ക്, ഗൗരി ശങ്കരം, സഫലം, ദേശാടനം. DRDO വികസിപ്പിച്ച കോവിഡ് മരുന്നാണ് 2DG, 2-ഡിയോക്സി ഡി ഗ്ലൂക്കോസ്. റഷ്യ വികസിപ്പിച്ച സിംഗിൾ ഡോസ് കോവിഡ് വാക്സിനാണ് സ്പുട്നിക് ലൈറ്റ്. അടിയന്തര ഉപയോഗത്തിന് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ച ചൈനീസ് കോവിഡ് വാക്സിനാണ് സിനോ. 2021 മെയ് 2 ഏത് വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ്റെ 100ാമത് ജന്മവാർഷികമായിരുന്നു? സത്യജിത്ത് റായ്. അടുത്തിടെ കോവിഡ് ബാധിച്ച് അന്തരിച്ച പ്രശസ്ത സിത്താർ വാദകനാണ് പണ്ഡിറ്റ് ദേവഭദ്ര ചൗധരി. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനും മറ്റു PSC പരീക്ഷകൾക്കുമായുള്ള കൂടുതൽ ക്ലാസുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.